സൗഹൃദം ഉണ്ടാകുക എന്ന് പറയുന്നത് വലിയ പാടാ ഇങ്ങനെയുള്ള ആളുകൾക്ക്. വളരെ ഇൻറ്റൻസീവായിട്ടുള്ള സൗഹൃദം ഉണ്ടാവുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക, സൗഹൃദം ചെറിഷ് ചെയ്തിട്ടുള്ള പരിപാടികൾ എന്നൊക്കെ പറയുന്നത്, അത് ആ ഒരു സംഘമൊക്കെ ആരായിരുന്നു അച്ഛൻ്റെ? എഴുത്തുകാരുടെ ഇടയിൽ തിക്കോടിയൻ, കുഞ്ഞബ്ദുള്ള മാമൻ, പട്ടത്തുള്ള കരുണാകരൻ, MM ബഷീർ, ഇവരൊക്കെ ഒരു ഗ്രൂപ്പായിരുന്നു. NP അങ്കിള്, മറക്കാൻ പാടില്ല. NP അങ്കിൾ ഒരുമിച്ച് നോവല് രണ്ടുപേര് ചേർന്ന് എഴുതുന്ന ഒരു പുസ്തകം എഴുതുക എന്നുള്ളത് അപൂർവമാണല്ലോ നമ്മുടെ എഴുതിയതല്ല. അപ്പൊ അത് ഞങ്ങള് ഇപ്പൊ NP അങ്കിളുടെ ഫാമിലിയും ഞങ്ങളുടെ ഫാമിലി, കുഞ്ഞബ്ദുള്ള മാമന്റെ ഫാമിലിയൊക്കെ ഒരു കുടുംബം പോലെയാണ് ഞങ്ങൾ കഴിഞ്ഞിരുന്നത് ഒരുപാട് കാലം. ഇപ്പോഴും അവരുടെ മക്കളായിട്ട് നമുക്ക് അടുപ്പമുണ്ട്. SK പൊറ്റക്കാടിനെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അവരുടെ മകളായിട്ടൊക്കെ അടുപ്പുണ്ട്. അപ്പം ആ ഒരു കോഴിക്കോട്ടെ ആ ഒരു കൂട്ടായ്മ എന്തായാലും ഉണ്ടായിരുന്നു. പിന്നെ അതല്ലാതെ കുറേ നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അച്ഛന്. പക്ഷേ ഈ പറഞ്ഞ പോലെ വിരലിലെണ്ണാവുന്നവരാണെങ്കിലും വളരെ അടുത്ത ബന്ധമുള്ള ഒരു 5-6 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇപ്പം ആരും ജീവിച്ചിരിപ്പില്ല. പക്ഷെ അവരാരും സാഹിത്യമായിട്ട് ഒരു ബന്ധമുള്ള ആളുകളല്ല, വായന മാത്രമുള്ള ആളുകളാണ്. പക്ഷെ എല്ലാവരും വേറെ വേറെ മേഖലയിലുള്ളായിരുന്ന ആളുകളാണ്. അപ്പം അങ്ങനെയുള്ള കുറച്ച് സുഹൃത്തുക്കൾ. അപ്പം അവരുടെ അടുത്തൊക്കെ ആകുമ്പോൾ വളരെ ഫ്രീ ആണ്, ഒരു ഇൻഹിബിഷൻസും ഇല്ലാതെ പെരുമാറുകയും അവരുടെയൊക്കെ വീടുകളിൽ പോയി ഞങ്ങൾ താമസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ എന്നും ഉണ്ടായിരുന്നു അച്ഛന്. തിരക്കഥാരംഗത്ത് സജീവമായ MT വാസുദേവൻ നായർ സാറുടെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ നിർമ്മിച്ച ആളുകളിൽ ഒരാൾ പ്രിയപ്പെട്ട 7 ആർട്സ് വിജയകുമാർ. എന്റെ അനുഭവത്തിൽ അദ്ദേഹം ഒരു ഗുരുനാഥനാണ്. കാരണം എന്റെ സിനിമ പ്രസ്ഥാനത്തിന്റെ തുടക്കവും അതിന് നിമിത്തമായതിനകത്തും അദ്ദേഹത്തിന്റെ ഒരു വലിയ പങ്കുണ്ട്. എന്റെ സുഹൃത്തും സുപരിചിതനുമായ ശ്രീ ഹരിഹരൻ സാർ, ഡയറക്ടർ ഹരിഹരൻ സാർ എന്നോട് സംസാരിച്ചു കൊടുത്ത് പറഞ്ഞു, നമുക്ക് സിനിമ എന്ന് പറയുന്നത് ഒരു ബിസിനസ് പുസ്തകമായിട്ട് കാണുകയാണെങ്കിൽ നമുക്ക് വേണ്ടത് ഇന്നത്തെ ട്രെൻഡിനനുസരിച്ചിട്ട് മലയാളത്തിന് അഭിമാനിക്കാവുന്ന സിനിമകൾ ഉണ്ടാക്കി അതിനെ ഒരു ബിസിനസ് മോഡിൽ കൂടെ ആക്കുന്നതാണ് അതിന്റെ ഒരു അപ്രോച്ച് കറക്റ്റ് ആയിട്ടുള്ളത്. ആ ഒരു വിശ്വാസം സത്യത്തിൽ MT സാറായിട്ടുള്ള മീറ്റിംഗിലാണ് എനിക്ക് കിട്ടിയത്. അദ്ദേഹമാണ് ഈ 7 ആർട്സ് എന്ന പേര് പോലും കണ്ടെത്തുകയോ സജസ്റ്റ് ചെയ്യുകയോ ചെയ്യുകയും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പഞ്ചാഗ്നി, നഖക്ഷതങ്ങൾ അങ്ങനെയുള്ള 2 പടങ്ങളുടെ ഒരേ സമയത്താണ് MT സാറിന്റെ പ്രിപ്പറേഷൻ നടക്കുന്നത്. പഞ്ചാഗ്നി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, നഖക്ഷതങ്ങൾ ഹരിഹരൻ സാറിന് പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിലും ഞാൻ അതിന്റെ കൂടെ പ്രൊഡ്യൂസർ, ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത പടമാണ്. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഒന്ന് സാറിന്റെ കൂടെ സഹകരണം. അത് കഴിഞ്ഞിട്ട് പിന്നെ പരിണയം, പിന്നെ സതയം, ഈ പടങ്ങൾ ചെയ്യുകയും അത് കൂടാതെ വൈശാലി, പിന്നെ ആ പടത്തിന്റെ ഒരു പ്ലാനിങ് മുതല് MT സാർ തന്നെ പറഞ്ഞു, വിജയകുമാർ നമുക്കൊരു ടീമായിട്ട് ചെയ്യണം, ഞാൻ അതിന്റെ കൂടെയുണ്ട്. അങ്ങനെ ദയ, ഈ 2 പടങ്ങളും MT സാറും ഞാൻ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിനുപരി ഞങ്ങൾ കൂടെ നിന്നിട്ട് ചെയ്ത പടങ്ങളാണ്. ഇതിനകത്തൊരു അനുഭവം കൂടിയുണ്ട്. MT സാറിന്റെ കൂടെ ഒരു പ്രോജക്റ്റിൽ അസോസിയേറ്റ് ചെയ്യുമ്പോൾ ആ ടോട്ടൽ പ്രോജക്റ്റ് അതിന്റെ ഒരു എക്സിക്യൂഷനകത്ത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ അത് വളരെ ഡിസിപ്ലിൻഡ് ആയിരിക്കും. കാരണം സാറിന്റെ പ്രസൻസ് ഉള്ളപ്പോൾ തന്നെ ഹോൾ തിങ് ബിക്കംസ് വെരി ഡിസിപ്ലിൻഡ്, പിന്നെ വെരി സിസ്റ്റമാറ്റിക്, എവറിത്തിങ് ഈസ് ഓക്കെ, പെർഫെക്റ്റ് പ്രൊഡക്ഷൻ. ഇങ്ങനെയുള്ള ഒരു വലിയ അനുഭവം കിട്ടിയിട്ടുണ്ട് ഈ എന്റെ സിനിമാ വ്യവസായത്തിൽ.